നമസ്കാരം, ഞാൻ സാനു കെയർ. ഇത് ഓണം 2022 സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഓണത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള അവിയലാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇനി നമുക്ക് അവിയലിൻ്റെ പാചകത്തിലേക്ക് കടക്കാം. വെൽക്കം ടു മൈ ചാനൽ സാനു മീഡിയ. ഇന്ന് അവിയൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. ചേന, കുമ്പളങ്ങ, പടവലങ്ങ, വെള്ളരിക്ക, പീച്ചിങ്ങ, കോവയ്ക്ക, പയറ്, പച്ചക്കായ, ക്യാരറ്റ്, വഴുതനങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് റെഡിയാക്കിയിരിക്കുന്നത്. ആദ്യം നമ്മൾ പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കുക, അതിനുശേഷം മാത്രം അരിയുക. ഒരിക്കലും പച്ചക്കറികൾ അരിഞ്ഞതിന് ശേഷം കഴുകരുത്. അവയിലെ വിറ്റാമിനുകൾ നഷ്ടപ്പെടാൻ ഇത് കാരണമാകും. അവിയൽ ഉണ്ടാക്കാൻ നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു ചേരുവയാണ് വെള്ളരിക്കയും ചേനയും. ഈ വെള്ളരിക്കയും ചേനയും നമുക്ക് ഒരേ അളവിലെടുക്കാം. പിന്നെ അവിയൽ ചേർക്കുന്ന മറ്റൊരു വിഭവമാണ് പടവലങ്ങ. ചേനയും വെള്ളരിക്കയും ഏത് അളവിലാണോ എടുത്തത് അതിൻ്റെ കൃത്യം പകുതി അളവിൽ മാത്രം പടവലങ്ങ എടുത്താൽ മതി. ഇനി നമുക്ക് അതിൽ ക്യാരറ്റ് ചേർക്കാം, കായ ചേർക്കാം, പയറ് ചേർക്കാം. ഈ പടവലങ്ങ എത്ര അളവിലെടുത്തോ അതിൻ്റെ പകുതി മാത്രം അളവിൽ എടുത്താൽ മതി. ഇനി വേറെ ഏതെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ അതിൻ്റെയും പകുതി അളവിലെടുക്കുക. ഈ അളവിൽ പച്ചക്കറികൾ എടുത്താൽ നല്ലൊരു അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പാചകത്തിലേക്ക് കടക്കുകയാണ്. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചു. ഈ പാത്രം എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കട്ടിയുള്ള പാത്രങ്ങൾ എടുക്കുകയായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഓട്ടുപാത്രങ്ങൾ, അതുപോലെ മൺചട്ടികൾ, ഇതൊക്കെ ഉപയോഗിക്കാം. എന്നാൽ കനം കുറവായിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളോ മറ്റോ ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ പാത്രം ചൂടായി കഴിഞ്ഞു. നമുക്ക് ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വേവ് കൂടുതലുള്ള സാധനമാണ് ചേന. ഇത് നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ ഇടാം, പടവലങ്ങ ഇടാം, പീച്ചിങ്ങ ഇടാം, വെള്ളരിക്ക ഇട്ട് കൊടുക്കാം, കോവയ്ക്ക ഇടാം, പയറിടാം, കായ ഇടാം. ഇനി ക്യാരറ്റ് ചേർക്കാം, ഏതാനും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ആദ്യം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം സ്റ്റൗ പ്രവർത്തിപ്പിക്കേണ്ടത്. കഷ്ണങ്ങളിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കാം. 5 മിനിറ്റ് കൂടുതൽ ഇപ്പോൾ വെന്ത് കഴിഞ്ഞു. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മുരിങ്ങക്കായ ഇടാം, ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടി അടച്ചു വയ്ക്കാം. മറ്റുള്ള പച്ചക്കറികളെ അപേക്ഷിച്ച് മുരിങ്ങക്കായ്ക്ക് വേവ് കുറവാണ്. മറ്റുള്ള പച്ചക്കറികൾ പകുതി വെന്തതിന് ശേഷം മാത്രം നമ്മൾ മുരിങ്ങക്കായ ചേർത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് ഉപ്പെല്ലാം പാകത്തിലുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. കുറവുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പച്ചക്കറികളെല്ലാം വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൽ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ അരപ്പ് ശരിയാക്കി വയ്ക്കാം. തേങ്ങ ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അധികം കുഴഞ്ഞു പോകരുത്. അധികം അരവ് വേണ്ട, ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൽ അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്ന ജീരകവും പച്ച വെളിച്ചെണ്ണയും പച്ചമുളകും ഒക്കെ ഇട്ടുള്ളൊരു അരപ്പുണ്ട്. ആ അരപ്പാണ് അവിയലിന് ശരിയായിട്ടുള്ളൊരു സ്വാദും മണവും ഒക്കെ തരുന്നത്. അപ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഇനി നമുക്ക് അവിയൽ ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. മിക്സിയിലേക്ക് നമുക്ക് തേങ്ങ, ജീരകം, പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി ഇത്രയിട്ട് ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത്. അധികം അരയരുത്, അരഞ്ഞ് കുഴയാൻ പാടില്ല. അപ്പോൾ തേങ്ങ ചിരണ്ടിയത് മിക്സിയിലേക്ക് എടുത്ത് ആദ്യം വയ്ക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇടുക, കുറച്ച് ചുവന്നുള്ളി. ഇത് ചെറുതായിട്ട് മുളച്ച് തുടങ്ങിയതാണ്, കുഴപ്പമൊന്നുമില്ല.
ചുവന്നുള്ളിയുടെ മുളച്ച ഭാഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി കുറച്ച് പച്ചമുളക്. നമ്മൾ തേങ്ങയും പച്ചമുളകും ഉള്ളിയും ജീരകവും കൂടി അരച്ചു കഴിഞ്ഞു. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അപ്പോൾ പച്ചക്കറികളെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി ഇത് അവിയലിൻ്റേതായ രുചി വരണമെങ്കിൽ ചെറിയൊരു പുളി ആവശ്യമാണ്. അപ്പോൾ ഈ പുളിക്ക് വേണ്ടിയിട്ട് വാളം പുളി വെള്ളം ചിലർ ചേർക്കലുണ്ട്, ചിലർ പച്ചമാങ്ങ ചേർക്കും, ചിലർ തൈര് ചേർക്കും, വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയും ചേർക്കാം. ഞാനിന്ന് ഇവിടെ ചേർക്കുന്നത് തൈരാണ്. പാലക്കാടൻ പ്രദേശങ്ങളിൽ പൊതുവെ അവിയലിൽ തൈരാണ് ചേർക്കുന്നത്. അവർ മഞ്ഞപ്പൊടിയൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഞാനിപ്പോൾ തൈര് ചേർക്കുകയാണ്. വാളംപുളിയേക്കാളും പച്ചമാങ്ങയോ അല്ലെങ്കിൽ തൈരോ ചേർക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് ഉത്തമം. അപ്പോൾ കഷ്ണക്കളൊക്കെ എന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തൈര് ചേർക്കാം. ഇനി 2 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമെങ്കിൽ മറക്കരുത്. വെള്ളം കുറവുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. കട്ടി കുറഞ്ഞ പാത്രങ്ങളാണെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. പ്രത്യേകിച്ച് കായ അടി പിടിക്കാൻ വളരെ സാധ്യതയുള്ളൊരു പച്ചക്കറിയാണ്. 2 മിനിറ്റ് ഇത് വേവട്ടെ. കറിവേപ്പില നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം ഒന്നിങ്ങനെ നന്നായിട്ട് തിരുമ്മുക. അതിൻ്റെ ഒരു മണമെല്ലാം പുറത്തേക്ക് വരാൻ വളരെ ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കുന്നത് നല്ലതാണ്. ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെയും മുളകിൻ്റെ എല്ലാം കൂടെ ഈ കറിവേപ്പില കൂടി ചേർക്കാം. അപ്പോൾ 2 മിനിറ്റ് വെന്ത് കഴിഞ്ഞു. നമുക്ക് അടപ്പ് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം എല്ലാം കംപ്ലീറ്റ് വറ്റിക്കഴിഞ്ഞു. ഇനി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി നമുക്ക് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഒന്ന് ചൂടാവട്ടെ. സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ലേശം വെളിച്ചെണ്ണ ചേർക്കാം. പച്ച വെളിച്ചെണ്ണ. ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി കുറച്ച് സമയം അടച്ച് വയ്ക്കുക. അതിനുശേഷം മാത്രം നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റി ഉപയോഗിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാലേ നമുക്കതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ടേസ്റ്റ് നോക്കാം. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ആ ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയും പച്ചവെളിച്ചെണ്ണയുടെ ഒരു മണത്തോടു കൂടി നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ തുടർന്നും കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ തൽക്കാലം വിടാം. ഗുഡ് ബൈ.